നമ്മൾ ഈ കണ്ടത് ഫലസ്തീൻ്റെ സന്തോഷമാണ്. അവരെ അനാഥമാക്കപ്പെട്ട വിഭാഗത്തെ ഇറാൻ തകർത്തെറിയുന്ന സമയത്ത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ആഹ്ലാദ നൃത്തം, അത് ഒരു ഭാഗങ്ങളിലല്ല, വ്യത്യസ്ത മേഖലകളിലും ഭാഗങ്ങളിലും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നിലവിൽ ബങ്കറുകൾ, ഈ ഇസ്രായേലിൻ്റെ ബങ്കറുകളിൽ പാട്ടും ഡാൻസും നിലച്ചു പോയിരിക്കുന്നു. അവിടെ നിലവിളികളും കൂട്ടക്കരച്ചിലുകളും മൃതദേഹം കുന്നുകൂടുന്ന പ്രത്യേക ഒരു സാഹചര്യത്തിലേക്കും കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന് ഇസ്രായേൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേലിലെ ചില മീഡിയകളൊക്കെ ഇപ്പോൾ ഏറെക്കുറെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇത്രയും കാലങ്ങളൊക്കെ മൗനം പാലിച്ചതായിരുന്നു, ഇനി പറയാതിരുന്നിട്ട് കാര്യമല്ല. പാട്ടും ഡാൻസുമായിട്ട് ആഹ്ലാദ ആനന്ദം നൃത്തം ചവിട്ടുന്ന ഒരു പ്രവൃത്തിയായിരുന്നു സാധാരണഗതിയിൽ ഇസ്രായേലിൻ്റെ ബങ്കറുകളിൽ കാണാനുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട്. അവിടെ വ്യത്യസ്തമാണ് അവിടുത്തെ ബങ്കറുകൾ. VIP ബങ്കറുകൾ, VIP ബങ്കറുകൾ, ലോക്കൽ ബങ്കറുകൾ, ഇങ്ങനെ വ്യത്യസ്ത തരത്തിലാണ് സൗകര്യങ്ങളും കാര്യങ്ങളും കൂടുതൽ സമയത്ത് ജിംനാസ്റ്റിക് ഉള്ളത്. അതേപോലെ തന്നെ ഈ ഫുട്ബോൾ ഗ്രൗണ്ട് പോലുമുള്ള, വോളിബോൾ ഗ്രൗണ്ടുള്ള ബങ്കറുകൾ, ഭക്ഷണം പാകം ചെയ്യാനുള്ള സംവിധാനം, TV സൗകര്യങ്ങൾ, അങ്ങനത്തെ വ്യത്യസ്തമായിരിക്കുന്ന സൗകര്യങ്ങളോട് കൂടിയിട്ട് വിശാലമാക്കപ്പെട്ട ബങ്കറുകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത് ഇങ്ങനെ കാറ്റഗറി തിരിച്ചിട്ടാണ്. എല്ലാത്തിലും ഇപ്പോൾ നിശ്ചലമാണ്. മരണ വീട്ടിൽ കയറിയ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ ബങ്കറുകളിൽ ഉള്ളത് എന്നുള്ളതാണ്. ഗസക്ക് അവർ നൽകിയതിൻ്റെ ശിക്ഷ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അത് ഇനിയും തുടരും എന്നുള്ളതാണ്. അപ്പോൾ ഗസയെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് നമ്മളതിൻ്റെ ഗൗരവം അത് മറന്നു പോകാൻ പാടില്ല. ഗസയിൽ നിന്നാണ് ഇറാൻ ഉണ്ടാകുന്നത്. ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ ഒക്കെ ആരംഭം കുറിക്കപ്പെടുന്നത് ഗസയിലെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം 41 കിലോമീറ്റർ നീളവും 6 മുതൽ 12 കിലോമീറ്റർ വരെ വീതിയുമുള്ള ഒരു ചെറിയ ഇടുങ്ങിയ പ്രദേശത്തിൻ്റെ പേരാണ് ഗസ എന്ന് പറയുന്നത്. അതിനെ പാലസ്തീൻ്റെ ഭാഗം എന്ന് പറയുന്നു. വെസ്റ്റ് ബാങ്ക് അവിടെ നിന്ന് 60 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ്. അവിടെ വെസ്റ്റ് ബാങ്കിനെ പാലസ്തീൻ എന്ന് പറയുന്നത്. ഈ രണ്ട് പ്രദേശം കൂടുന്നതാണ് പാലസ്തീൻ എന്ന് പറയുന്നത്. 23 ലക്ഷം ജനങ്ങളാണ് ഏറെക്കുറെ ഇവിടെ ഉള്ളത്. 2022-21 കാലഘട്ടത്തിലെ സെൻസസ് പ്രകാരമാണ്. അപ്പോൾ ജനസംഖ്യ കൂടാൻ സാധ്യതയുണ്ട്. 22 മുതൽ 23 ലക്ഷം വരെ ജനങ്ങൾ. ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള പ്രദേശങ്ങളിൽ ഒന്നായിട്ടാണ് ലോകാടിസ്ഥാനത്തിൽ ഗസയെ വിലയിരുത്തുന്നത്. ഗാസ സിറ്റി, റഫ, ഖാൻ യൂനിസ്, ഈ ബെയ്ത്ത് ഹാനൂൻ, ബെയ്ത്ത് ലാഹിയ, ജബലിയ, നുസ്രത്ത് എന്നീ നഗരങ്ങളാണ് അവിടുത്തെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന നഗരങ്ങൾ. ഇവിടെ നോക്കണം, അവിടുത്തെ ഗസക്കാർ അനുഭവിക്കുന്ന 70% വീടും തകർക്കപ്പെട്ടു. ഇസ്രായേൽ 70,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു ഗസക്കകത്ത്. ഭക്ഷണവും വെള്ളവും മരുന്നിൻ്റെയും ലഭ്യതക്കുറവ് ഇപ്പോഴും അനുഭവിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിലുള്ള രാഷ്ട്രങ്ങൾ വ്യത്യസ്ത സഹായങ്ങൾ നൽകിയിരിക്കുന്ന വാഹനങ്ങൾ ഇപ്പോഴും റഫേഡ് അതിർത്തിയിൽ ഇസ്രായേൽ തടയുന്നു. ഇപ്പോഴും അങ്ങോട്ട് വിട്ടിട്ടില്ല. 3000-ഓളം വാഹനങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്ന് പറയുന്നു. അവർക്ക് തോന്നുന്ന സമയത്ത് 2, 3, 5, 6 വാഹനങ്ങൾ മാത്രമാണ് കടത്തി വിടാറുള്ളത്. 90% ജനങ്ങളും വീട് വിട്ടു പോകേണ്ടി വന്നു. 20 ലക്ഷം ആളുകൾ ഇപ്പോൾ അഭയാർത്ഥികളെ പോലെ താൽക്കാലിക കൂടാരത്തിലാണ്. അത് UN സഭയുടെ നേതൃത്വത്തിലുള്ള ടെൻറ്റുകളുണ്ട്. പിന്നെ സ്കൂളുകൾ, പൊളിയപ്പെടാത്ത ഈ സാമൂഹ്യ മേഖലകൾ, സാമൂഹ്യ സ്ഥാപനങ്ങൾ, അങ്ങനെ തുടങ്ങിയിരിക്കുന്ന വ്യത്യസ്ത സ്ഥലങ്ങളിലും ടെൻറ്റുകളിലുമായിട്ട് കഴിഞ്ഞുകൂടുന്നത് ഏകദേശം 20 ലക്ഷത്തോളം ആളുകൾ. ഗസയിൽ മൊത്തത്ര ജനസംഖ്യ ഏകദേശം 23 ലക്ഷം. അതിൻ്റെ താഴെയാണ് പറയുന്നത്. അതിൽ 20 ലക്ഷം എന്ന് വെച്ചാൽ 95-6% ബങ്കറുകളിലാണ് താമസിക്കുന്നത്, ഈ ടെൻറ്റിലാണ് താമസിക്കുന്നത്. എങ്ങനെ? അവർ വീടില്ലാത്തത് കൊണ്ടാണോ? വീടില്ലാത്തത് കൊണ്ടല്ല, അഭിമാനമില്ലാത്തത് കൊണ്ടല്ല, തൊഴിലില്ലാത്തത് കൊണ്ടല്ല, മടിയന്മാരായത് കൊണ്ടല്ല. അതെല്ലാം സൈനിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ തകർത്തു എന്നതിൻ്റെ ഫലമായി അവരനുഭവിക്കുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ, വലിയ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ കുറേശ്ശെയായിട്ട് ഇസ്രായേലിൻ്റെ അകത്ത് തന്നെ പുറത്തു വരുന്നു. നമ്മുടെ സുരക്ഷിതത്വ ഇടം ഇല്ലാതായിരിക്കുന്നു. പാട്ടും കൂത്തും ആഹ്ലാദവും നിലച്ചു പോയിരിക്കുന്നു. ഭയവും ഭീതിയും നമ്മെ തേടിയെത്തിയിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്തു കൂട്ടിയ തെറ്റുകളുടെ ഫലമായിട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നതാണ്. അത് ചില ഈ പത്ര റിപ്പോർട്ടുകൾ, അവരുടേതായിരിക്കുന്ന കമൻറ്റുകളൊക്കെ പുറത്ത് വന്നിട്ട് അത് വലിയ രീതിയിൽ ചർച്ചയാകുന്ന സമയത്തുണ്ടാകുന്ന ഭാഗങ്ങൾ ചില പത്രങ്ങളൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ മാത്രമേ എന്തെങ്കിലും വിവരങ്ങൾ ചോർന്ന് കിട്ടുന്നുള്ളൂ. ബാക്കി ഒരു മീഡിയക്കും അങ്ങനെ കൃത്യമായ രീതി വിവരം കൊടുക്കാനുള്ള ഒരു നിയമവും ഇല്ല എന്ന് ചുരുക്കം. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു, നമ്മുടെ ലോകം അംഗീകരിച്ചിരുന്നു.
നമ്മൾ വലിയ ശക്തിക്കാരാണ് എന്നുള്ളത് നമ്മൾക്ക് അഹങ്കാരം ഉണ്ടായിരുന്നു. അത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഈ ചെറിയൊരു പ്രദേശം ലോകത്തിൽ 200-ലധികം രാജ്യങ്ങളുടെ മേൽക്കോയ്മ നേടിയിട്ട് ഞങ്ങൾ സർവാധിപത്യമുള്ള ആളുകളാണ്, സൈനികപരമായ ശക്തിയുള്ളവരാണ്, ബുദ്ധിപരമായ നീക്കങ്ങൾ നടത്താൻ ബലമുള്ളവരാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി നമുക്ക് പല ഘട്ടത്തിലും സാധിച്ചു. 948 നമുക്കാരും സ്വാതന്ത്ര്യം തന്നിട്ടില്ല, നമ്മൾ സ്വാതന്ത്ര്യം കണ്ട് പ്രഖ്യാപിച്ചതാണ്. അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ലോകത്താരും തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, പിൽക്കാലത്ത് ഓരോ രാജ്യങ്ങൾ രാഷ്ട്രമായിട്ട് തങ്ങളെ അംഗീകരിക്കുകയും ചെയ്തതാണ്. ബങ്കറിൽ വിളിക്കാനുള്ള സൗകര്യങ്ങൾ ഈ എങ്ങനെയാണെന്ന് പറയുന്ന സമയത്ത് ഓരോരുത്തർക്ക് പ്രത്യേകമായിരിക്കുന്ന മെസ്സേജാണ് വരിക. ഇപ്പോൾ അത് വലിയ വിഷയമായിട്ടുണ്ട്. മെസ്സേജ് വരിക എന്ന് പറയുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മിസൈൽ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരും. അത് ഏകദേശം 15-20 സെക്കൻഡാണ് അത് ഉണ്ടാവുക. ചിലത് 30 സെക്കൻഡ് വരെ ഉണ്ട്. ഈ 30 സെക്കൻഡിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയപ്പെട്ട ഈ അവരുടെ ബങ്കറിൽ അഭയം തരണം, ഓടിപ്പോയി. അതായത് അതിനോടനുബന്ധിച്ചാൽ നമ്മൾ നിൽക്കാൻ വേണ്ടി പറ്റുക. ഈ മെസ്സേജ് വരുമ്പോൾ സമയത്ത് ഉള്ളിൽ പോകണം എന്നുള്ളതാണ്. ഇപ്പോഴത്തെ വിഷയം മെസ്സേജുകൾ വേണ്ട രീതിയിൽ വരുന്നില്ല, സൈറൺ വേണ്ട വിധം പ്രയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിക്ക് കടുത്ത പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നു. അപ്പോൾ സൈറൺ വൈകിട്ടില്ലെങ്കിലോ നേർക്ക് നേരെ വന്ന് പതിക്കും, പൊട്ടിത്തെറിക്കും, ഈ ഒരു സ്ഥിതി ഉണ്ടാവും. അപ്പോൾ ഇറാൻ്റെ ഒരു മിസൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, വളരെ സിമ്പിളായ രീതിയിൽ ഇറാൻ മിസൈൽ ഇടാൻ വേണ്ടി സാധിക്കുകയില്ല. എന്നാൽ സിമ്പിളായ രീതിയിൽ ഇസ്രായേൽ മിസൈൽ ഇടാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. അതായത് ഇസ്രായേലിൻ്റെ ഒരു മിസൈൽ ആകാശത്തോടെ പറക്കുമ്പോൾ, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഒരു യുദ്ധവിമാനങ്ങൾ ഏതെങ്കിലും രാജ്യത്തിൻ്റെ ആകാശത്തോടെ പറക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അമേരിക്കയുടെ വിമാനം പറക്കുകയാണെങ്കിൽ ഒരു രാജ്യം വെടിവെച്ചിട്ടില്ല, ഒരു രാജ്യവും അതിന് പ്രയാസം ബുദ്ധിമുട്ടും പറയില്ല. അത് അറബ് രാജ്യങ്ങളാണെങ്കിലും മറ്റു രാജ്യങ്ങളാണെങ്കിലും. നേരെ മറിച്ച് ഇറാൻ്റെതാണെങ്കിൽ എല്ലാ സ്ഥലത്തും വെടിവെച്ചിടും. അത് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും അമേരിക്ക ഒരുക്കി കൊടുക്കും. ഇപ്പോൾ പറയുന്നത് ഇറാനിൽ നിന്നൊരു മിസൈൽ ഇടുന്ന സമയത്ത് ഇറാഖിൻ്റെ അതിർത്തി ഭാഗങ്ങളിൽ അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്, അത് തകർക്കും. അത് വല്ല കാരണവശാലും അവിടുന്ന് വിട്ടുപോയാലോ ജോർദാൻ്റെ അതിർത്തി, ജോർദാൻ ഇസ്രായേൽ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് അവർ തകർക്കപ്പെട്ടു. അവിടുന്ന് വിട്ടുപോയാലോ അയൺ ഡോം ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ അകത്തും തകർക്കപ്പെട്ടു. ഈ 3 മേഖലയും ഭേദിച്ചിട്ടാണ് ഒരു ഇറാൻ്റെ മിസൈൽ ഇസ്രായേലിൻ്റെ അകത്ത് വീണ് പൊട്ടുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ ഇതിൽ നേരെ തിരിച്ചു വരുന്ന സമയത്ത് ഇസ്രായേലിലേക്ക് നമ്മൾ പറഞ്ഞു, ഇറാനിലേക്കാണ് ഇസ്രായേൽ വിടുന്നതെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ വലിയൊരു വിവാദം ഉണ്ടായത് തുർക്കിയുടെ ആകാശം ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ആക്രമിച്ചു എന്നുള്ളൊരു പരാതി ഇറാൻ പറഞ്ഞിരുന്നു. പിന്നീട് അത് നിന്നുപോയതാണ്, സംഭവം നടന്നിട്ടുണ്ട്. അപ്പോൾ തുർക്കിയുടെ ആകാശം കയറിക്കൊണ്ട് 2 യുദ്ധവിമാനങ്ങൾ ഇറാനിൽ ബോംബിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യം, ഈ പ്രാവശ്യമല്ല. പിന്നെ പരാതി പറഞ്ഞ സമയത്താണ് പിന്നീട് അത് നിന്നുപോയത്. നിങ്ങളെയും ഞങ്ങളുടെ ശത്രുവായിട്ട് കാണും എന്നുള്ള ഒറ്റ വാക്കേ പറഞ്ഞിട്ടുള്ളൂ. അതോടുകൂടി പിന്നെ തുർക്കി അത് നിർത്തിയെന്നാണ് പറയുന്നത്. പക്ഷേ തുർക്കിയിൽ കൊടുക്കുന്ന വിശദീകരണം തങ്ങൾ അറിയാത്ത രീതിയിലാണ് ഈ ഇസ്രായേൽ അതിലൂടെ വിമാനം പായിച്ചത്. തങ്ങൾ അറിയുമായിരുന്നെങ്കിൽ അത് സമ്മതിക്കുകയില്ല, ഞങ്ങൾ കണിശമായിരിക്കുന്ന നിർദ്ദേശം അവർ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ അതിന് മറുപടി പറഞ്ഞു. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയാം, പ്രതിരോധം തകർന്നു പോയിരിക്കുന്നു. ഇസ്രായേലിൻ്റെ ഏത് ഭാഗത്തേക്കും സ്വതന്ത്രമായ രീതിയിൽ മിസൈൽ വിടാൻ പാകത്തിൽ സംവിധാനം ഒരുക്കിയിരിക്കുന്നു. ഇറാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അവരുടെ യുദ്ധവിമാനങ്ങൾ തകർക്കുന്നതിനും അവരിടുന്ന മിസൈൽ തകർക്കുന്നതിനപ്പുറമായ രീതിയിൽ അവരുടെ പ്രതിരോധ സംവിധാനത്തെ തകർക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇറാൻ ആക്രമിച്ചുകൊണ്ടത്, അക്രമ പരമ്പര തന്നെ നടത്തിയത്. അപ്പോൾ ഒരു പ്രതിരോധ സംവിധാനത്തിലേക്ക് ഒരു മിസൈൽ പായിക്കണമെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന കുറച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ ഒരു സ്റ്റാൻഡിൽ ഘടിപ്പിക്കേണ്ടതുണ്ട്. ആ ചുറ്റുഭാഗത്തേക്ക് ഒരാൾക്കും പ്രവേശനമില്ലാത്ത രീതിയിലാണ് ആ സംവിധാനത്തെ ഇറാൻ തകർത്തു എന്നുള്ളതാണ്. അപ്പോൾ ആ സംവിധാനം തകർക്കുന്ന സമയത്ത് പിന്നീട് അവിടുന്ന് മിസൈൽ പായിക്കാൻ വേണ്ടി, പ്രതിരോധ മിസൈൽ പായിക്കാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെ 14-ലധികം മേഖല തകർത്തോടുകൂടി ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ മൗനം പാലിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അഥവാ ഈ ഒരു ഫ്രീ ആയിരിക്കുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ടായി. ആ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് ഇറാൻ എന്ത് ചെയ്യുന്നു? അടിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഈ പറയുന്ന സമയത്തും അവരിപ്പോൾ മിസൈൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വൈദ്യുതി പ്ലാന്റ് അപ്പാടെ തകർത്തു. 2-3 മേഖല പറയുന്നുള്ളത്. വൈദ്യുതി പ്ലാന്റ് തകർക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് പൂർവാധികം രൂപത്തിലാക്കണമെങ്കിൽ പതിറ്റാണ്ടുകളെടുക്കും. അത് വളരെ പെട്ടെന്ന് നടക്കില്ല. സർവ്വ മേഖലയും തീക്കൂമ്പാരമായിട്ട് മാറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഒരു മിസൈൽ വീണാൽ ഒരു ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ അത് അങ്ങോട്ട് സപ്ലൈ ചെയ്യുന്ന ഒരു ഏരിയയിൽ ഒരു മിസൈൽ വീണാൽ അതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ പ്രദേശം തന്നെ കത്തിപ്പോവും. ഈ ഒരു സാഹചര്യങ്ങൾ ഇറാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പല മേഖലകളിൽ എന്ന് പറയുന്നു.
ഇപ്പോൾ പറയുന്നത് അയൺ ഡോമിന് ജീവൻ തുടിക്കുന്നില്ല, ജീവശ്വാസം നിലച്ചുപോയി, നമ്മൾ സംരക്ഷിക്കപ്പെടുമെന്ന് വിചാരിച്ചു. പക്ഷേ അയൺ ഡോമിനെ തന്നെ സംരക്ഷിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചുരുക്കം. ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് എന്ത് ചെയ്യുന്നില്ല, ഇവർ സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയത് കൊണ്ട് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വരുന്നില്ല. ഇതാണ് ഏറ്റവും വലിയ പ്രയാസം. അപ്പോൾ ഒറ്റപ്പെട്ട രീതിയിൽ മൊബൈലിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ചുകൊണ്ട് ചാടിപ്പോകുന്ന വിവരങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടും പിന്നെ റഷ്യ പോലെയുള്ള രാജ്യങ്ങൾ അവിടെ ആകാശ നിരീക്ഷണം നടത്തിക്കൊണ്ട് പുറത്തുവിടുന്ന ചിത്രങ്ങളുമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ലോകത്തിലെ മീഡിയകളെല്ലാം കാര്യമായ റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കുന്നത്. അതല്ലാത്തതൊന്നും നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ അപ്പുറം ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് പറയുന്ന കാര്യം ഇസ്രായേലിൽ നിന്ന് പലായനം തുടങ്ങിയിരിക്കുന്നു. അതവർക്ക് ശീലമില്ലാത്തൊരു സംഭവമാണ്. ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രദേശം വിട്ട് ഓടിപ്പോകുന്നവരുടെ എണ്ണം നാൾക്ക് നാൾ കൂടിക്കൂടി വരുന്നു. ഗസയെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ ഇപ്പോൾ തലസ്ഥാന നഗരിൽ നിന്നും നഗരപ്രാന്ത പ്രദേശത്തിൽ നിന്നും ജൂതന്മാർ അങ്ങനെ കുടിയിറങ്ങി പോകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് ഇസ്രായേൽ എത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് ഇത് ചരിത്രത്തിൽ ആദ്യമാണ് എന്നുകൂടി നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു.